ഇന്ത്യയും റഷ്യയും പ്രതിരോധ രംഗത്തെ എക്കാലത്തെയും പ്രധാന സൗഹൃദ ശക്തികൾ. ഇപ്പോഴിതാ ഇന്ത്യയുമായുള്ള സൈനിക ബന്ധം കൂടുതൽ ശക്തമാക്കുകയാണ് റഷ്യ. അതിന്റെ ഭാഗമായി തങ്ങളുടെ അത്യാധുനിക 5ാം തലമുറ യുദ്ധവിമാനമായ സുഖോയ് 57 ഇന്ത്യക്ക് നൽകാൻ റഷ്യ ഔദ്യോഗിക നിർദ്ദേശം മുന്നോട്ടുവെച്ചു എന്ന സുപ്രധാന വാർത്തയാണ് പുറത്തുവരുന്നത്. ഏകദേശം 2 സ്ക്വാഡ്രണുകളിലായി 36 മുതൽ 40 വരെ വിമാനങ്ങൾ നൽകാനാണ് മോസ്കോ തയ്യാറായിരിക്കുന്നത്. റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസിനെ ഉദ്ധരിച്ച് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ പ്രതിരോധ ഇടപാട് യാഥാർത്ഥ്യമായാൽ 2027നും 28നും ഇടയിൽ വിമാനങ്ങളുടെ കൈമാറ്റം ആരംഭിക്കും. 2030-31 കാലയളവോടെ വിമാനങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗവുമാകും. ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രവർത്തന സജ്ജമാകുന്നത് വരെയുള്ള ഈ ഇടക്കാല പരിഹാരമായി റഷ്യൻ വിമാനം വാങ്ങുന്നതിനെപ്പറ്റി കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് റഷ്യ ഔദ്യോഗികമായി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. വായുസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രാദേശികമായി ഇന്ത്യക്ക് വലിയ പ്രതിരോധ മേധാവിത്വം നേടാൻ ഈ വിമാനങ്ങൾ സഹായിക്കുമെന്നതാണ് പ്രധാന കാര്യം. ശത്രു റഡാറുകൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലുള്ള അത്യാധുനിക സ്റ്റെൽത്ത് ഫീച്ചറുകൾ ഈ വിമാനത്തിന്റെ പ്രത്യേകതയാണ്. വിമാനത്തിനുള്ളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഓൺബോർഡ് സെൻസറുകൾ ശത്രുക്കളെ നിരീക്ഷിക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും സഹായിക്കും. ഇന്ത്യയുടെ അഭിമാനമായ ആത്മനിർഭർ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി വിമാന നിർമ്മാണത്തിന്റെ 50% വരെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡുമായി ചേർന്ന് ഇന്ത്യയിൽ തന്നെ പൂർത്തിയാക്കാൻ റഷ്യ സമ്മതിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ നാസിക്കിലെ പ്ലാന്റിലാകും വിമാനം നിർമ്മിക്കുക. റഷ്യൻ അധികൃതർ ഈ പ്ലാന്റ് സന്ദർശിച്ച് Su-57 നിർമ്മിക്കാനാവശ്യമായ സൗകര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. അതേസമയം നിലവിൽ ചർച്ചകൾ പ്രാരംഭ ഘട്ടത്തിലാണ്. അന്തിമ തീരുമാനം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. നിർമ്മാണത്തിന് ആവശ്യമായ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനും റഷ്യ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. നിലവിൽ L-41F1 എഞ്ചിനുകളാണ് ഈ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ഭാവിയിൽ വിമാനത്തിന്റെ കരുത്തും സ്റ്റെൽത്ത് ശേഷിയും വർദ്ധിപ്പിക്കുന്ന അടുത്ത തലമുറ എഞ്ചിനുകൾ ഇതിൽ ഉൾപ്പെടുത്താമെന്നും റഷ്യ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ കരാറിൽ ഒപ്പിടുന്നതിന് മുൻപ് ഇന്ത്യ പല ഘടകങ്ങളും പരിശോധിക്കുമെന്നതാണ് വാസ്തവം. പദ്ധതിയുടെ ആകെ ചിലവ്, കൈമാറുന്ന സാങ്കേതിക വിദ്യയുടെ ആഴം, ഒരു വിദേശ രാജ്യത്തെ മാത്രം അമിതമായി ആശ്രയിക്കുന്നത് ഇന്ത്യയുടെ സ്വതന്ത്രമായ തന്ത്രപ്രധാന നിലപാടുകളെ ബാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് സർക്കാർ പ്രധാനമായും പരിഗണിക്കുന്നത്. വരും മാസങ്ങളിൽ സാങ്കേതികവും സാമ്പത്തികവുമായ വിശദമായ പഠനങ്ങൾ നടത്തിയ ശേഷമേ ഇന്ത്യ ഈ വിമാനങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുകയുള്ളൂ. നേരത്തെ ഇന്ത്യയിൽ വിമാനം നിർമ്മിക്കാൻ വലിയ വാഗ്ദാനങ്ങൾ റഷ്യ നൽകിയിരുന്നു. വിമാനത്തിന്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെ കൈമാറാമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ സാങ്കേതിക വിദ്യ കൈമാറ്റം ഉൾപ്പെടെ 100 യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കാനാണ് റഷ്യ ആഗ്രഹിക്കുന്നത്. ഇതിനു പുറമെ ഇന്ത്യയുമായി ഉണ്ടായിരുന്ന പഴയ 5ാം തലമുറ യുദ്ധവിമാന സഹകരണ കരാർ പുനരുജ്ജീവിപ്പിക്കാനും ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട്. ഇരു രാജ്യങ്ങളും സഹകരിച്ച് ഇരട്ട സീറ്റുള്ള Su-57 വികസിപ്പിക്കാനാണ് നീക്കം. എന്നാൽ ഇതിന് കൂടുതൽ പണച്ചെലവ് ഉണ്ടാകുമെന്നതും തദ്ദേശീയമായി AMCA പദ്ധതിയിൽ വലിയ നിക്ഷേപം നടത്തിയിട്ട് ഉള്ളതിനാലും ഇക്കാര്യത്തിൽ മുന്നോട്ടു പോകാൻ സാധ്യതയില്ല. ഗവൺമെന്റ് തലത്തിലുള്ള ഇടപാടിലൂടെ 2 സ്ക്വാഡ്രൺ വാങ്ങാനാണ് ഇന്ത്യ ആലോചിക്കുന്നത്. പ്രതിരോധ രംഗത്ത് ഇന്ത്യ മുന്നേറുന്ന കാലമാണിത്. ഇന്ത്യൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചെടുത്ത ടാങ്ക് വേദ ഗൈഡഡ് മിസൈലായ ധ്രുവാസ്ത്ര സൈന്യത്തിൽ ഉൾപ്പെടുത്താൻ സജ്ജമായതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ചെടുത്ത ധ്രുവാസ്ത്ര ഹെലികോപ്റ്ററിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലഡാക്ക് പോലുള്ള ഉയർന്ന മലനിരകളിലെ യുദ്ധ സാഹചര്യങ്ങളിൽ ശത്രുക്കളുടെ ടാങ്കറുകളുടെയും കവചിത വാഹനങ്ങളുടെയും തകർക്കാൻ ശേഷിയുള്ളതാണിവ. ഏകദേശം 43 കിലോഗ്രാം മാത്രം ഭാരമുള്ള ഈ മിസൈൽ ഹിമാലയം പോലുള്ള സാന്ദ്രത കുറഞ്ഞ വായുവിലും ഹെലികോപ്റ്ററിന്റെ പറക്കലിനെ ബാധിക്കാത്ത രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്ര, പ്രചണ്ഡ് എന്നീ അറ്റാക്ക് ഹെലികോപ്റ്ററുകളിലാണ് ധ്രുവാസ്ത്ര ഘടിപ്പിക്കുക. ടാങ്ക് വേദ മിസൈലായ നാഗാസ്ത്രയുടെ ഭാഗമായാണ് DRDO ഈ മിസൈലുകൾ വികസിപ്പിച്ചത്. നാഗ് മിസൈലിന്റെ വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന പതിപ്പാണ് ധ്രുവാസ്ത്ര. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കൊങ്കുസ്, മിലാൻ എന്നീ മിസൈലുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ധ്രുവാസ്ത്രയുടെ വരവോടെ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയും.